ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. ഇന്ന് തിരുവോണമാണ്. ഓണം സീരീസ് പാർട്ട് 2 തിരുവോണം ഡേ ആണ് ഇന്നത്തെ വ്ളോഗ്. രാവിലെ എണീറ്റ് കുളിച്ച് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ഇന്ന് രാവിലെ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ത്രെഡൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ സ്വിസ് ബ്യൂട്ടിയുടേതാണ്. 102 ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ്. ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സൺസ്ക്രീനാണ്. ഇന്ന് ആലൻ്റെ വീട്ടിലാണ്, പുലിച്ചിറയിലാണ് ഓണം. അപ്പോൾ എന്തായാലും പുറത്തോട്ടൊക്കെ പോകേണ്ടത് കൊണ്ട് സൺസ്ക്രീൻ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ ഞാൻ സൺസ്ക്രീനിൻ്റെ കൂടെ കഴിവതും ഇടാറില്ല. ബിക്കോസ് എൻ്റെ ബോഡി ഫുള്ള് ഭയങ്കര ഡ്രൈയും എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയുമാണ്. അപ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസർ ഇട്ട് കൂടെ സൺസ്ക്രീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കട്ട്ലറ്റ് പൊരിക്കാനുള്ള എണ്ണ മിനിമം എൻ്റെ മുഖത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പോൾ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സ്കൂളിൽ പോകുമ്പോഴായാലും ഞാൻ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. റെയറായിട്ടേ മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടാറുള്ളൂ. അപ്പോൾ തിരുവോണം പ്രമാണിച്ച് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഫുള്ള് എല്ലാം മാഞ്ഞു പോയി. ഇത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഫേസസ് കാനഡയാണ് അതിൻ്റെ കമ്പനിയുടെ ഇത്. ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ മാഞ്ഞു പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി ലിലിയംസിൻ്റെ വീട്ടിൽ അത്തപ്പൂ ഇട്ടു. ഓണത്തിന് നമ്മുടെ തുഷാരയിൽ ഞാൻ അത്തക്കളം ഇടുന്നത് ഇവിടെ ആരെങ്കിലും കൂടുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ലിലിയംസിൻ്റെ വീട്ടിൽ മാത്രമേ അത്തപ്പൂ ഇടാറുള്ളൂ. മുമ്പൊക്കെയെന്ന് വെച്ചാൽ വേറെ ആരും വീട്ടിൽ പൂക്കളം ഇടത്തില്ല. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇവിടെ വന്ന് പൂക്കളം ഇട്ടിട്ട് പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോകും. ഈ ലിലിയംസിൻ്റെ വീടെന്ന് പറയുന്ന വീട്ടിൻ്റെ പേര് നിങ്ങൾ കണ്ടോ? മാവേലി തയ്യൽ എന്നാണ് ഈ വീട്ടിൻ്റെ പേര്. ഇനിയിപ്പോൾ ഈ വീട്ടിന് ഓണവുമായിട്ടുള്ള ബന്ധം ഞാൻ പറയണ്ടല്ലോ. ഇത് കുടുംബപ്പേരാണ് കേട്ടോ. അപ്പച്ചൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, പുള്ളി ഇപ്പം മരിച്ചുപോയി, ലിലിയംഷിൻ്റെ ഹസ്ബൻഡിൻ്റെ ആലപ്പുഴയിലുള്ള വീട്ടിൻ്റെ കുടുംബപ്പേരാണ് മാവേലി തയ്യൽ. ആ പേര് തന്നെയാണ് ഈ വീടിനും. എൻ്റെ സകല ID പ്രൂഫിലുള്ളതും മാവേലി തയ്യൽ എന്ന അഡ്രസ്സ് തന്നെയാണ്. ബൊട്ടീക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മിനിയാണ്ടിയുടെ സദ്യയുടെ പരിപാടികളൊക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാഷ്യൂ റൈസൻസും കുറച്ചെടുത്ത് വായിലിട്ടിട്ട് നേരെ സേറമോളുടെ വീട്ടിലൊന്ന് പോയി അവിടുന്ന് വീട്ടിൽ വന്നു. ഇവന്മാർ ഇനി ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കഴുത്തിറക്കും കേട്ടോ. ഉടുക്കാൻ അറിയാൻ പാടില്ല, ഉടുക്കാതിരുന്നൂടെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ട്രോളി വിടുന്നതാണ്. ബെൽറ്റും ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലുവുക്കുട്ടനും കുഞ്ഞമ്പാവയാണ് കേട്ടോ അത്. പിന്നെ ഈ വരുന്നത് ജസ്ലി ചേട്ടനാണ്. എൻ്റെ മിക്ക വീഡിയോയിലും ക്യാമറ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും. നമ്മുടെ നെയ്ബറാണ്. അങ്ങനെ അത്തപ്പൂക്കളവും ഫോട്ടോ എടുപ്പും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു ഓട്ടോ വിളിച്ചു. ഞാനും അമ്മയും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. ഇവിടുന്ന് ഇല വെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആലൻ ഇവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞിട്ടേ പുലിച്ചിറയിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി അവിടെ പോയി എല്ലാവർക്കും ഒന്ന് ആക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ താന്നി വഴി പുലിച്ചിറയിലോട്ട് പോവുകയാണ്. ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്ക് ഞാൻ എത്തിക്കോളാം, നിങ്ങൾ വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാക്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സാറ്റർഡേ നൈറ്റ് ഇവരെല്ലാവരും കൂടെ ARM മൂവി കാണാൻ പോയിരുന്നു. തിരിച്ചു വന്നിട്ട് പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ ആയിരുന്നു. കിടന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 4-4:30 മണിയായി. ഇനിയിപ്പോൾ എണീക്കാനൊന്നും ഈ അടുത്ത സാധ്യതയില്ല. ഇത് ടോമി അങ്കിളാണ് കേട്ടോ. മമ്മിയുടെ, അതായത് എൻ്റെ മദർ ഇൻ ലോയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ വന്ന പാടെ നിലു പോയി ഇനി ഇവിടെ ഇരിക്കുന്ന സകല ടോയ്സും സാധനങ്ങളും ഒക്കെ വലിച്ച് വെളിയിലിടാനായിട്ട് നോക്കും. ഇപ്പോൾ അപ്പൂപ്പൻ വന്നെടുത്തിട്ടുണ്ട്. അത് മനു ആണ്. ഹീസ് കൈൻഡ് ഓഫ് എ ഫാമിലി ഫ്രണ്ട്. ഡാഡയുടെ കട്ട കമ്പനിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെയും വീട്ടിലേക്ക് ഈ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്, വയറിങ്ങിൻ്റെയും വെൽഡിങ്ങിൻ്റെയും ഇതൊക്കെ, നമ്മുടെ ഗേറ്റ് ഇതൊക്കെ ചെയ്തത് മനു ആണ് കേട്ടോ. സിസിജിയിലെ വർക്ക്സൊക്കെ ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നതും മനു തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തായിട്ട് ചോറും കറികളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ ക്യാമറയും സ്റ്റാൻഡുമായിട്ട് ഈ 2 കിച്ചണിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവിടെ ചേച്ചി ചോറും അത്യാവശ്യം വേണ്ട പരിപ്പോ എന്തൊക്കെ അവിടെ ആക്കുന്നുണ്ട്. ഇവിടെ ബാക്കി പച്ചടി, കിച്ചടി, അവിയൽ ബാക്കിയൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പം കറക്റ്റായിട്ട് എന്ത് ഐറ്റമാണ് ഇവിടെ എന്ന് എനിക്കറിയത്തില്ല. ആ പാനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് എടുത്തില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പൊരിച്ചെങ്കിലും പിന്നെ മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. രാത്രി ഡിന്നറിന് എടുക്കാമെന്ന് കരുതി ചിക്കൻ ഫ്രൈ സദ്യയുടെ കൂടെ എടുത്തില്ല. എൻ്റെ മാരേജ് കഴിയുന്നത് വരെയും എല്ലാ ഓണവും ഞങ്ങൾ ലില്ലിയംസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചുപ്പ എപ്പോഴും പറയും, ഇതാണ് മാവേലി തയ്യൽ, മാവേലി ഇവിടെയാണുള്ളത്, അപ്പോൾ നിങ്ങൾ വേറെ എവിടെ പോയിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ വീടുകളിൽ ബാക്കിയുള്ളവർ, അതായത് അമ്മച്ചിയുടെ ചേച്ചി അനിയത്തിമാരും പപ്പയുടെയും കൊച്ചുപ്പയുടെയും ഒക്കെ കസിൻസൊക്കെ വീടുകളിൽ സദ്യയൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് വന്ന് ഓണക്കളിയും വടംവലിയും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജ് നമ്മുടെ പ്രയോറിറ്റീസിന് കുറച്ചൊക്കെ ചേഞ്ചസ് വരുമല്ലോ. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓണവും ഇവിടെയാണ്, പുലിച്ചിറയാണ്. മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ ആയിരിക്കും. അവിടെ ആയിരുന്നപ്പോൾ, അതായത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ആലൻ്റെ കുടുംബ വീടാണ്. അവിടെ ആയിരുന്നപ്പോൾ സദ്യ കഴിച്ചിട്ട് ഞങ്ങളും അപ്പുറത്തേക്ക് പോയി ഈ കളികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മമ്മിയും ഡാഡിയും പുലിച്ചിറയിലോട്ടും ഞങ്ങൾ ഇരേവൃത്തോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഓണം ഒന്നെങ്കിൽ നമ്മുടെ
ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുമായിട്ടാണ്, അല്ലെങ്കിൽ പുലിച്ചിറയിൽ എല്ലാവരുമായിട്ട്. ലിലിയംച്ചിയായിട്ടിരുന്ന് സദ്യ കഴിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവിടെ ഇവർ എല്ലാ കറികളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മധുരത്തിന് ഒരു കറിയില്ല. എനിക്ക് ഈ മധുരിക്കുന്ന ഒരു കറിയും കൂടെ വേണമെന്ന് ഒരാഗ്രഹം. കുക്കുവിൻ്റെ ബർത്ത്ഡേക്കും അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചൊവ്വാഴപ്പഴവും കുറച്ച് പൊമഗ്രാനറ്റ് ഉണ്ടായിരുന്നു, മാതളം, അതും കൂടെ ഉപ്പും വെള്ളവും ഇത്തിരി പഞ്ചസാരയും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു. അതൊരു പച്ചടി പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇനി ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെയും വെള്ളരിക്ക പച്ചടിയുടെയും അരപ്പ് പോലെ തന്നെ തേങ്ങയും കടുകും തൈരും ചെറിയുള്ളിയും കൂടെ അരച്ച് ചേർക്കാനാണ് പരിപാടി. ഇതിനിടയിൽ അവനെക്കൊണ്ട് പറ്റുന്ന കുരുത്തക്കേടുകളൊക്കെ നിലു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ പുറകെ നടന്ന് കാണിക്കുന്നുണ്ട്. അത് ആലൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ഡെല്ല. മുണ്ടുടുത്തിരുന്നത് ഡാറിലാണ് കേട്ടോ. ആൾ 9ാം ക്ലാസ്സിലായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ഇങ്ങനെയാണ് പോലും. വീട്ടിലവൻ ലുങ്കിയാണ് ഉടുക്കാറുള്ളത്. നിലു എന്തോ കട്ടിലിൻ്റെ അലമാരയുടെ അടിയിൽ പോയെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുവാണെന്ന് ഈ ഓഡിയോ കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അടിയിൽ പോയെന്നാണോ ബോൾ പോയെന്നാണോ എന്തോ പറഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 മണിക്കൂർ അവൻ്റെ പുറകെ ആരും നടക്കേണ്ട കാര്യമില്ല കേട്ടോ. അവനൊരു എക്സ്പ്ലോറേഷൻ സ്റ്റേജിലായിരിക്കും. ഈ സകല സാധനങ്ങളും വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ടോയ്സ്, പിന്നെ ഇവിടുത്തെ ഫർണിച്ചർ, എന്തിൻ്റെയെങ്കിലും അടിയിൽ കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചാക്കോയെ, ഡെല്ലയുടെ ചോക്കോയെ വീട്ടിൻ്റെ മേളിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. മേളിലൊരു ടെറസിനൊരു ഗേറ്റ് ഉണ്ട്, അവളെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുരയ്ക്കുമ്പോൾ നിലു പേടിക്കും. പിന്നെ അവൾ ഞങ്ങളില്ലെങ്കിൽ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് ഓടി നടക്കുന്ന കക്ഷിയാണ്. അപ്പോൾ അകത്തൊക്കെ വരും. അപ്പോഴത്തേക്കും നിലു പേടിച്ചോടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പിന്നെ ഞാനും ഓടും കേട്ടോ. നമ്മുടെ ഷിബുവൊക്കെ അടുത്ത് നിൽക്കുമ്പോഴും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ ചോക്കോ അടുത്ത് വരുമ്പോൾ ഇത്തിരി പേടിയാവും. ഇത്തിരി സൈസുണ്ട് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേടി കണക്കിലെടുത്ത് ചേച്ചി അവനെ ടെറസിൽ ആക്കിയിട്ടുണ്ട്. ആ മധുരക്കറി ഉണ്ടാക്കാനായിട്ടില്ലേ, ആ കറിക്ക് എന്ത് പേരിടണമെന്ന് തന്നെ എനിക്കിതുവരെ അറിയത്തില്ല. ആ അരപ്പിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ മധുരക്കറി നമുക്കിങ്ങനെ വെക്കുമ്പോൾ ഇത്തിരി മഞ്ഞ നിറത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ കളർ ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ വെള്ളരിക്ക പച്ചടി വെച്ചതിൻ്റെ അതേ കളറിലിരിക്കും ഇതും. പഴം ചൊവ്വാഴപ്പഴമാണ് നമ്മൾ യൂസ് ചെയ്തത്. അധികം മഞ്ഞ കളറില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആ അരപ്പിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യയുടെ അവസാനത്തെ സംഭവമായിട്ടുള്ള ഉണക്കമുളകും കൂടെ ഞാനും ചേച്ചിയും കൂടെ വറുത്തെടുത്തു. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡിഷസ് ഞാനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ 2-3 ഫ്രെയിം ഞാൻ ഈ വീട്ടിൻ്റെ ഒരു ഹോളിൻ്റെ ഏരിയ മൊത്തം കാണിച്ചില്ലേ. അവിടെ അങ്ങനെ അധികം സ്ഥലമില്ല ഫർണിച്ചർ കാരണം. അപ്പോൾ ഞങ്ങൾ ഈ കാർ പോർച്ചിലിരുന്ന് കഴിക്കാം, മാറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഒരു 11:30-12 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും കൂടെ എൻ്റെ കുറ്റം വല്ലതുമൊക്കെ പറയുവാണെന്ന് തോന്നുന്നു കേട്ടോ, ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട്. പിന്നെ നിലുവിന് ഞാൻ ആദ്യം അങ്ങ് ചോറ് കൊടുക്കാമെന്ന് കരുതി. ഇലയുടെ മുൻപിൽ ഇരുത്തിയാലും എനിക്ക് തൃപ്തിയാവുന്നത് അവൻ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇലയിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പറക്കി തിന്നാലും കുഴപ്പമില്ല. എല്ലാവരും കഴിക്കുന്ന സമയത്ത് എനിക്കും സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. ക്യാമറ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഏരിയ കാണത്തില്ല, അവിടെ നിന്ന് ഓടും. എന്നെ ഈ ഫ്രെയിമിൻ്റെ അകത്താക്കാനായിട്ട് കുറേ പാടുപെട്ടു ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇന്ന് നമുക്ക് വലിയ കണ്ടൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ, റെസിപ്പീസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. കാരണം കുക്കുവിൻ്റെ ബർത്ത്ഡേക്ക് സദ്യ വെച്ചപ്പോൾ നമ്മളെങ്ങനെയാണോ വെക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ റെസിപ്പി കാണിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ഞാനും ക്യാമറയും നിലുവിൻ്റെ ചോറും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടന്നൊക്കെ അവന് എങ്ങനെയെങ്കിലും കുറച്ച് ചോറ് അവൻ്റെ ഉള്ളിലാക്കി. എൻ്റെ തലയിലിരിക്കുന്നത് അരളിയല്ല കേട്ടോ, ഏതോ ഒരു ചുവന്ന പൂവാണ്. ഓണമായതുകൊണ്ട് തലയിൽ എന്തെങ്കിലും ഒരു പൂവ് വെക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ ഏതോ ഒരു പൂവ് നമ്മുടെ വീട്ടിൽ നിന്ന് തുഷാരയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ നിലുവിൻ്റെ നീണ്ട ചോറൂണിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇലയൊക്കെ ഇട്ട് എല്ലാം വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മയും ടോമിയങ്കളും ചേച്ചിയും എല്ലാം കൂടെ. പിന്നെ ഡാഡ് വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ ഇരിക്കുക, ഞങ്ങൾ വിളമ്പി തരാം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഡാഡയും മാറി മാറി അലനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എണീക്കുന്ന ലക്ഷണമൊന്നുമില്ല. എന്നോട് പിന്നെ ഇടയ്ക്ക് ഫോൺ എടുത്തിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്നേക്കാം, നിങ്ങൾ എന്നെ കാക്കണ്ട, കഴിച്ചോളാം. പിന്നെ എനിക്കും വിശന്നു. പിന്നെ ഞാനും മമ്മിയും എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. മമ്മിയുടെ ഒരു കണ്ണിൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അതാണ് ഇടയ്ക്ക് ആ സ്പെക്സ് വെച്ചിരുന്നത്. പിന്നെ ആൾക്ക് അതിൻ്റെ അകത്ത് ഫോഗ് കയറുന്നു, സ്പേസിങ് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ടായിരുന്നു. ഡാഡ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്താ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെങ്കിൽ നിങ്ങൾ ഊഹിച്ചോളൂ. ഞാനിപ്പോൾ ഡാഡയുടെ അടുത്ത് സൈൻ ലാംഗ്വേജിലൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് റൗണ്ട് ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് നിലു പിന്നെ എത്തിയിട്ടുണ്ട്. ഡെല്ല എവിടെ ഉണ്ടോ അവിടെ കറങ്ങിത്തിരിഞ്ഞ് എത്തിക്കോളും കേട്ടോ. ഡെല്ല എന്ന് വിളിച്ചിട്ട് ഇവിടെ വന്നിനി ഇലയെന്നൊക്കെ ഒന്ന് ഇത്തിരി കൈയൊക്കെ ഇട്ട് അവളുടെ ഇലയൊന്ന് കുളവാക്കണം. അല്ലാതെ വിശന്നിട്ടൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറുണ്ടു. ഇതിപ്പോൾ ഞങ്ങളൊരു 17 തരം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെസിപ്പീസ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാതിരുന്നത് കുക്കു സാറിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടത് കാണിച്ചതുകൊണ്ടാണ്. ഇതിലൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നിങ്ങളും ചിന്തിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. വീട്ടിൽ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ ചപ്പാത്തിയും കുറച്ച് കിഴങ്ങ് കറിയും പിന്നെ ഈ ആലനും ഫ്രണ്ട്സും പുറത്ത് പോയതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റ് കറിയൊക്കെ ഡിന്നറിന് കൊടുക്കാമെന്ന് വിചാരിച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനെടുത്ത് ചൂടാക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഏത്തപ്പഴമോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഞങ്ങൾ രാവിലെ കഴിച്ചത്. ഇപ്പോൾ കുക്കു സാറിനൊക്കെ നല്ല വിശപ്പുണ്ട്. അത് അവൻ കഴിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. അവൻ നല്ലപോലെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എല്ലാവരും വിളമ്പുന്നത് കണ്ടതിന് അവനും വിളമ്പണമെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് കുറച്ച് ചോറൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വിതറിയിട്ടിട്ട് പോയി. പിന്നെ ചേട്ടൻ അവനെ അങ്ങ് എടുത്തു. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവിടുത്തെ മറ്റൊരു മരുമകൻ ഡാനി ഗോർഗോൺ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിനൊക്കെ ഓഡിയോ ആഡ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2-3 ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഞാൻ നല്ല രീതിക്ക് സദ്യ കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ഡയറ്റെന്ന് ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് മാരകമായ ഫുഡ് അടിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഒരുപാട് ആക്രാന്തത്തോടെ പായസം വാരി കഴിക്കുന്നത് നിങ്ങൾ കാണാതിരിക്കാനായിട്ട് ഞാൻ ക്യാമറ ഈ സൈഡിലേക്ക് ചരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റാൻഡും ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. കഴിച്ച ക്ഷീണത്തിൽ ഞാൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും മമ്മി ചായയായിട്ട് വന്നു. ആലൻ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ മമ്മി ആലനുള്ള ചോറൊക്കെ എടുക്കുകയാണ്. സദ്യയും കുക്കുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള സദ്യയും അതിൻ്റെ സാമ്പാറും ഒക്കെ കഴിച്ച് മടുത്തു എന്നും പറഞ്ഞിട്ട് നോൺ വെജ് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ എടുത്തിട്ട് ഞാൻ അതൊക്കെ ചേർത്തിട്ടാണ് അതിനിപ്പോൾ ചോറ് കൊടുക്കാൻ പോണത്. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, സദ്യ കഴിക്കാനായിട്ട് എത്തിയില്ലെങ്കിൽ, ലഞ്ച് കഴിക്കാനായിട്ട് എത്തിയില്ലെങ്കിൽ നല്ലത് പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് നടന്നിട്ട് ചോറുണ്ണാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആൾ കറക്റ്റ് ടൈമെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമായപ്പോഴേക്ക് ആൾ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തി. പിന്നെ ഈ കുരിശുമൂടിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. അവിടുത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെയും വൈബൊന്നും വിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതെനിക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാൻ വലിയ പോരിനൊന്നും പോയില്ല. ആലനും ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാനായിട്ടിരുന്നു. ആ സമയത്ത് ഞാൻ രണ്ടുപേരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. വൈകുന്നേരത്ത് അവിടെയാണെങ്കിൽ ഇതൊക്കെ അമ്മ ചെയ്തോളും. ഇവിടെ ഇപ്പോൾ അമ്മയും കിടക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കട്ടെ എന്ന് കരുതി. കുക്കുവിനായിട്ട് ഇവിടെ ഒരു കവറും ഡ്രസ്സും ഒക്കെ ഇരിപ്പുണ്ട്. നിലുവിൻ്റെത് അധികമില്ല. നിലു ഇങ്ങനെ അവിടെ നിന്ന് നമ്മളെ വിട്ട് ഒത്തിരി നേരം ഇവിടെ മാറി നിൽക്കാറില്ലല്ലോ. പിന്നെ കുക്കു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം നിൽക്കുന്നുണ്ട്. അവൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിലുവിനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നിൻ്റെ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്നേഹം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്നെ ട്രോളിക്കൊണ്ടിരുന്നു. ഇത് പിന്നെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി പാമ്പേഴ്സ് ഇട്ട് വിട്ടവനെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്ക് ഇവിടെ ഓണത്തിന് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് രാവിലെ തൊട്ട് ഇവനിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇത്തിരി പൂവ് എടുക്കും, ആരെങ്കിലുമൊക്കെ വഴക്ക് പറയും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ ചേട്ടനും ചേച്ചി അങ്ങ് സമ്മതിച്ചു കേട്ടോ, നീ എടുത്തോന്നങ്ങ് പറഞ്ഞു. കേൾക്കേണ്ട താമസം അവൻ പൂവ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ഡാരിലും കുക്കും എത്തി. അങ്ങനെ ഈ കാൽവട്ടും പിന്നെ അരവട്ടും പിന്നെ ആ മുഴുവട്ടും കൂടെ ചേർന്നിട്ട് ഇത് മൊത്തം നാശമാക്കി. അങ്ങനെ അവിടെ മുഴുവൻ വിതറിക്കഴിഞ്ഞ് ഇവൻ്റെ പാമ്പേഴ്സിനകത്ത് വരെ പൂവായി. പിന്നെ ചേച്ചിയും ഡാരലും ഞാനും ഒക്കെ കൂടിയിട്ട് അത് തൂത്ത് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിലും അവൻ വന്നു. ഇതിങ്ങനെ കാണിച്ചിട്ട് പിന്നെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കുറച്ച് പൂവെടുത്ത് ആ കോരിയിലിട്ട് വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആലനും ഒന്ന് കിടന്ന് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം നമ്മുടെ വൈകിട്ടത്തെ കലാപരിപാടികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ചോറൊക്കെ ബാക്കിയിരിപ്പുണ്ട്. 2-3 ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ മമ്മി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കാം. മമ്മി ദേ അവിടെ കുക്കുവിനും ഡെല്ലയ്ക്കും ഡാരലിനും കൂടെ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. നിലുവിന് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറും മോരും ഒക്കെ ആയിട്ട് കുറച്ച് തീറ്റിച്ചു. ഉച്ചയ്ക്ക് അവനാണെങ്കിൽ ഒരു ഇത്തിരി നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ കുത്തിമറിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നല്ല രീതിക്ക് ചോറ് കഴിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അവനായിട്ട് തന്നെ ഓരോന്ന് വലിച്ചിടുമ്പോൾ നീ തന്നെ എടുത്ത് വെച്ചോണം എന്ന് പറയുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചൂലും കൊണ്ടുവന്ന് അവൻ തട്ടിയിടുന്ന സാധനങ്ങളൊക്കെ തൂക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും തട്ടിമറിഞ്ഞ് വീഴും. ഇതിപ്പോൾ കുക്കു സാറ് ഇന്ന് പോകണ്ട മമ്മ, ഇവിടെ കിടക്കാം എന്നൊക്കെയുള്ള പ്ലാനുകളൊക്കെ തട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ. എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്നതാണ്. പപ്പ പൊയ്ക്കോട്ടെ, നമുക്കിവിടെ കിടക്കാമെന്നൊക്കെ. പിന്നെ ഞാനും ചോറ് കഴിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചപ്പോൾ വിചാരിച്ചു നല്ല രീതിയിൽ കഴിച്ചതുകൊണ്ട് രാത്രി വല്ല ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേ മോര് കാച്ചിയത്, അപ്പുറത്ത് ചേച്ചിയുടെ അടുത്താണെങ്കിൽ മീനച്ചാറും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട് ശക്തികുളങ്ങരയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ചോറ് കഴിക്കാനായിട്ട് തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു ശരി നാളെ തൊട്ട് ഫുഡ് കുറയ്ക്കാമെന്നും പറഞ്ഞിട്ട് വീണ്ടും ചോറെടുത്ത് കഴിച്ചു.
ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിലൂനെ നിക്കറിടിയിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ നിക്കറിടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് എക്സ്ട്രാ ഒരു കാല് കിടക്കുന്നു. അവരുടെ 2 കാലും കൂടെ ഞാൻ ഒരു സൈഡിലേക്ക് ഇട്ടു. അതിനുള്ള എന്നെ ട്രോളലൊക്കെ കഴിഞ്ഞു. അത് ക്യാമറയിൽ കാണിക്കണം എന്ന് അവരുടെ ആ പറച്ചിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ റിക്വസ്റ്റ് മാനിച്ചതുകൊണ്ട് ഞാനത് ക്യാമറയിൽ കാണിച്ചു. ഇന്ന് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നായി. അപ്പോൾ ഇവിടെ തന്നെ കിടക്കാമെന്ന് തീരുമാനിച്ചു. നിലൂനെ കിടത്തി ഉറക്കിയിട്ട് ആലൻ്റെയും ജെഞ്ചേച്ചിയുടെയും ഒരു കസിൻ സിമ്പിളും മോള് ജിയയും വന്നിട്ടുണ്ട്. ദിയയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ആളിവിടെ ഇല്ല, ജയ്പൂരാണ്, സ്റ്റഡീസിന് പോയിരിക്കുകയാണ്. ഇവിടെയുള്ള ബാക്കി മനുഷ്യരൊക്കെ എവിടേക്കോ പോയി കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കത്തി വെച്ചിരുന്നിട്ട് കിടക്കും. അപ്പോൾ നമുക്കിനി പാർട്ട് 3 നാളെ കാണാം.